ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാള സിനിമയുടെ കോമഡി മൂവീസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലും സീരിയസ് ആയിട്ടുള്ള മൂവീസാണ് കൂടുതലും. ഇപ്പോൾ ത്രില്ലേഴ്സ് ആണെങ്കിലും ഇപ്പോൾ സർവൈവൽ, അതിന് ത്രില്ലർ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ, സർവൈവൽ, ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ അല്ലെങ്കിൽ ആക്ഷൻ മൂവി, ഇങ്ങനെയാണ് കൂടുതലും ഇപ്പോൾ മലയാളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് വന്നു, നമുക്കറിയാം പ്രേമൽ വന്നു, ഇപ്പോൾ തിയേറ്ററിൽ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആവേശമുണ്ട്. അങ്ങനെ നമുക്കിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ വരുന്ന സിനിമയാണ്. എന്നാലും വളരെ കുറവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഫാമിലി ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമകൾ. എൻ്റർടൈനിങ് എന്ന് പറഞ്ഞാൽ കോമഡി മാത്രമല്ല, എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സിനിമകളാണ്. പ്രത്യേകിച്ച് എനിക്ക് കോമഡി കൂടുതലും ഫാമിലിയുടെ അടുത്ത് വർക്കൗട്ട് ആവുന്ന ഒരു കാര്യം, ഫാമിലിയിൽ വർക്കൗട്ട് ആവുന്ന ഒരു കാര്യമാണ്. കോമഡി എന്നുള്ളൊരു സംഭവം നമുക്ക് സൃഷ്ടിക്കാൻ ഏറ്റവും റിസ്ക് ഏറിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇപ്പോൾ മലയാള സിനിമയിൽ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമുക്കിപ്പോൾ ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റ്, ഒരു ടീസർ അങ്ങനെ വന്നിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന മൂവിയുടെ ഒരു ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ടീസർ ഒന്ന് കണ്ടു നോക്കാം. ഈശ്വര, നടക്കൂല്ല എന്നൊരു ഉറപ്പില്ലാത്തൊരു കല്യാണം, ഒരു ജീവൻ മരണ പോരാട്ടം, നല്ലൊരു കണി കാണിക്കണേ. ഞാനെന്തിനൊരു പഞ്ചപാവ, ഒരു സാധു. വിനു ഒരു മിടുക്കനാ. കൈതോലപ്പറമ്പിൽ വിനു രാമചന്ദ്രൻ അളിയ സ്മൈൽ. നിന്നെ നേരെ കാണാൻ ഭയങ്കര ഗ്ലാമർ ആണല്ലോടാ. ഇത് ആനന്ദേട്ടനെ കാണുമ്പോ പറയാൻ വെച്ചിരുന്ന ഡയലോഗാ. സത്യമായിട്ടും. പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റി മാത്രം ഇല്ല. പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നല്ലേ? എന്താ കഴിച്ചത്? ബർഗറും കോക്കും. നമ്മുടെ അഞ്ജലിവിനെ കെട്ടിച്ചു കൊടുത്താ നമ്മുടെ വംശം തന്നെ അറ്റുപോകും. അല്ല, വംശം അറ്റുപോകില്ല, അതിനിപ്പോ ഞാനുണ്ടല്ലോ. പേടിക്കാനൊന്നുമില്ല, കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയായി. ഞാനല്ല, നിങ്ങളാണ് ആനന്ദേട്ട ഹീറോ. എന്നാ കാണാം, ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് തന്നെ കാണാം. ഏതായാലും ടീസർ കണ്ടിട്ട് നല്ലൊരു എന്റർടൈനർ, നല്ലൊരു കോമഡി എന്റർടൈനർ മൂവി തന്നെയാണ്. എന്തായാലും ഒരു പ്രോമിസിങ് ടീസർ തന്നെയാണ് തന്നിട്ടുള്ളത്. പിന്നെ രാജുവേട്ടൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു കോമഡി മൂവി ചെയ്യുന്നതെന്ന് പറയാം. എനിക്ക് പേഴ്സണലി രാജുവേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോമഡി മൂവി, ലാസ്റ്റ് ഇറങ്ങിയതിൽ ഇഷ്ടപ്പെട്ടൊരു മൂവി എന്നൊക്കെ പറഞ്ഞാൽ അമർബന്ധോണിയാണ്. അതിനകത്ത് 3 പേരും നല്ലതായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബേസിലിൻ്റെ നമുക്കറിയാം, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷത്തിൽ പുള്ളിയുടെ നല്ല റോളായിരുന്നു. പിന്നെ ഫാലിമി ഒരിക്കലും പറയാനില്ല, കിട്ടില്ല മൂവി തന്നെയായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. ആ ഒരു മൂവി എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരുപാട് പേര് വാരണാസി കാര്യങ്ങളൊക്കെ പോവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അത്യാവശ്യം ജഗദീഷിൻ്റെ ആയാലും നല്ല കോമഡി ആയിരുന്നു ഫാലിമിയിലാണെങ്കിലും. പിന്നെ ജയ ടീമിൻ്റെ പടമാണ്. എന്തായാലും വിപിനാണ് ഡയറക്ഷൻ, എന്തായാലും പ്രത്യേക പ്രൊഡക്ഷൻസിലാണ് വരുന്നത്. പിന്നെ ഒരുപാട് ആക്ട്രസ് വരുന്നുണ്ട്. രേഖ വരുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ നിഖില വിമൽ, അനശ്വര രാജൻ, പിന്നെ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സും വരുന്നുണ്ട്. ഒരുപാട് കോമഡിക്ക് വകകൾ എല്ലാവരും ഉണ്ട്. നമ്മുടെ എന്താ പറയുക, എന്നാൽ ആ കേസുകളിൽ ജഡ്ജ്, പുള്ളി നന്നായിട്ട് നല്ല റോൾ സീൻസൊക്കെ കണ്ടു. എന്തായാലും ഒരു പ്രോമിസിങ് സാധനം തന്നെയാണ്. എന്തായാലും രാജുവേട്ടൻ പറഞ്ഞ മാതിരി ഗുരുവായൂർ അമ്പലനട വെച്ച് കാണാം എന്ന് തന്നെ പറയാം. മെയ്യിലായിരിക്കും മോസ്റ്റ്ലി റിലീസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മെയ് ഒരു സെക്കൻഡ് വീക്കോട് കൂടി റിലീസ് ഉണ്ടാവും തോന്നുന്നു. എന്തായാലും പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമായി. എന്തായാലും കുറച്ച് ഈ കോഡിങ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ട്രെയിലറൊക്കെ വരട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തരും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നല്ലൊരു പ്രോമിസിങ് ടീസർ തന്നെയാണ്. എന്തായാലും ഒരു ഗംഭീര വിജയമായി മാറട്ടെ. പെട്ടെന്ന് തന്നെ നമുക്ക് റിലീസായിട്ട് തിയേറ്ററിലൊക്കെ നല്ലൊരു ഓളം സൃഷ്ടിച്ച് വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.